പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, യാക്കോബിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു സംഭവം, യാക്കോബ് നടത്തിയ ഒരു മൽപ്പിടുത്തത്തിൻ്റെ വിവരണം ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 32-ാമത്തെ അധ്യായം 30-31 വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. അവിടെ വെച്ച് അവൻ യാക്കോബിനെ അനുഗ്രഹിച്ചു. ദൈവത്തെ ഞാൻ മുഖത്തോട് മുഖം കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് ആ സ്ഥലത്തിന് പെനുവേൽ എന്ന് പേരിട്ടു. അവൻ പെനുവേൽ കടന്നപ്പോൾ സൂര്യൻ ഉദിച്ചു. ഉളുക്കു നിമിത്തം അവൻ ഞൊണ്ടുന്നുണ്ടായിരുന്നു. പെനുവേൽ, ദൈവത്തിൻ്റെ മുഖം എന്ന പേരു നൽകിയ ഒരു സ്ഥലം. യാക്കോബിൻ്റെ ജീവിതത്തിലെ നിർണായകമായ ഒരു രാത്രി, ഒരിക്കലും മറക്കാനാവാത്ത ഒരു രാത്രിയായിരുന്നു അത്. യാബോക്ക് നദീതീരത്ത് ഉറങ്ങിക്കിടന്ന യാക്കോബ്, അദ്ദേഹം മടക്കയാത്രയിലായിരുന്നു. ലാബാൻ്റെ വീട്ടിൽ നിന്ന് സ്വന്തം നാടായ കാനാനിലേക്കുള്ള യാത്ര. കാനാനിൽ നിന്ന് അവൻ ഒളിച്ചോടിയതാണ്. സഹോദരനെ വഞ്ചിച്ച്, അപ്പനെ വഞ്ചിച്ച് ഒളിച്ചോടിയ യാക്കോബ് എന്നും ഭീരുവായിരുന്നു. ഒളിച്ചോട്ടത്തിലായിരുന്നു അവന് പ്രാവീണ്യം. വഞ്ചന അവൻ്റെ വലിയ ഒരു കൂട്ടുകാരനായിരുന്നു വേണമെങ്കിൽ പറയാം. ഭയമുണ്ട്, ഒളിച്ചോടുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഒരിക്കലും യാഥാർത്ഥ്യത്തെ നേരിടാൻ സന്നദ്ധനായിരുന്നില്ല. ഒളിച്ചോടിയ യാക്കോബ് വീണ്ടും വീണ്ടും വഞ്ചിക്കപ്പെട്ടിരുന്നു. സഹോദരനെ വഞ്ചിച്ചവനെ അവൻ്റെ അമ്മായിപ്പനും വഞ്ചിച്ചു ലാബാൻ. അനുജത്തിയെ പ്രേമിച്ചു, ജ്യേഷ്ഠത്തിയെ വിവാഹം കഴിക്കേണ്ടി വന്നു. പക്ഷേ അവസാനം ലാബാനും വഞ്ചിതനായി. ലാബാൻ്റെ 2 പെൺമക്കളെയും അവരുടെ ദാസിമാരെയും യാക്കോബിന് ഭാര്യമാരായി കിട്ടി. 12 മക്കളുണ്ടായി, വലിയ സമ്പത്തിൻ്റെ ഉടമയുമായി. ഇങ്ങനെ ഇതെല്ലാമായിട്ടും യാക്കോബിൻ്റെ ഉള്ളിൽ സ്വസ്ഥതയോ സമാധാനമോ ഇല്ല. എന്നും ഭയമാണ്. സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വരാൻ തീരുമാനിച്ചപ്പോൾ അറിഞ്ഞു ജ്യേഷ്ഠ സഹോദരൻ 400 അനുചരന്മാരെയും കൂട്ടി തന്നെ എതിരേൽക്കാൻ വരികയാണ്. അത് തനിക്കെതിരെ ഒരു ശത്രുതയോടെയാണ് വരുന്നതെന്ന് യാക്കോബ് ഭയന്നു. അതുകൊണ്ട് പടിഞ്ഞാറോട്ട് പോകാൻ അദ്ദേഹം ഭയപ്പെട്ടു. കിഴക്കോട്ട് പോകാനും സാധിക്കില്ല. കാരണം അമ്മായിപ്പൻ ലാബാനുമായി യാക്കോബ് ഒരു ഉടമ്പടി ചെയ്തിരുന്നു, ഇനി ഒരിക്കലും ഞാൻ കിഴക്കോട്ട് തിരിച്ചു വരികയില്ല എന്ന്. അതിൻ്റെ അടയാളമായ ഒരു കൽക്കൂനയും അവർ കൂട്ടിവെച്ചിരുന്നു. അപ്പോഴും മുന്നോട്ടും പുറകോട്ടും പോകാൻ കഴിയാത്ത വിധത്തിൽ പിടിക്കപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു യാക്കോബിൻ്റേത്. എന്നാലും ഒളിച്ചോടാനാണ് അദ്ദേഹത്തിൻ്റെ ശ്രമം. തനിക്കുണ്ടായിരുന്ന സകലതും യാബോക്ക് നദിയുടെ മറുകരയിൽ എത്തിച്ചതിന് ശേഷം ഇക്കരെ കിഴക്കേക്കരയിൽ യാക്കോബ് ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, അഥവാ ഉറങ്ങുകയാണ്. ഈ സാഹചര്യത്തിലാണ് ദൈവം യാക്കോബിൻ്റെ ജീവിതത്തിലേക്ക് ഇടപെടുന്നത് അതിശക്തമായി. ഇത്തവണ സ്വർഗം തുറന്ന് അനുഗ്രഹിക്കാനായിട്ട് കടന്നു വരികയല്ല. ഇത്തവണ ഉറങ്ങിക്കിടന്നവനെ തട്ടി എണീപ്പിച്ച് അവനുമായി മൽപ്പിടുത്തത്തിന് ഒരുങ്ങി വരുന്ന ദൈവമാണ്. ഒരു ശത്രുവിനെ പോലെ യാക്കോബിനെ നേരിടുന്ന ദൈവം. അവൻ മരണഭീതിയിലാണ്. ഒളിച്ചോടാൻ അവന് ഇനി ഇടമില്ല. അപ്പോൾ എല്ലാ വഴികളും മുട്ടിയപ്പോൾ യാക്കോബ് നിർബന്ധിക്കപ്പെട്ടു പൊരുതാനായിട്ട്. അങ്ങനെ സർവ്വശക്തി ഉപയോഗിച്ച് മരണഭീതിയോടുകൂടി അവൻ യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിൽ ദൈവത്തെ പോലും അവൻ പരാജയപ്പെടുത്താൻ സാധിച്ചു എന്നാണ് ബൈബിൾ പറയുക. പൊരുതി ജയിച്ചവൻ എന്ന പേര് ദൈവം തന്നെ യാക്കോബിന് കൊടുത്തു. യാക്കോബ് വഞ്ചിക്കുന്നവൻ, കാലുവാരുന്നവൻ എന്നൊക്കെയായിരുന്നു അർത്ഥം. ഇസ്രായേൽ എന്ന പേര്, ദൈവത്തോടും മനുഷ്യരോടും പൊരുതി ജയിച്ചവൻ എന്ന പേര് യാക്കോബിന് ദൈവം കൊടുത്തു. അങ്ങനെ ഇസ്രായേൽ സംജാതനായി. ഇസ്രായേൽ ഒരു വലിയ പ്രതീകമാണ്. ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തിയെ ദൈവം തന്നെ തൊട്ടുണർത്തുന്നതിൻ്റെ പ്രതീകം. ഒളിച്ചോടാനുള്ള പഴുതുകൾ അടച്ചതിന് ശേഷം യാഥാർത്ഥ്യത്തെ നേരിടാനായിട്ട് ദൈവം തന്നെ നിർബന്ധിക്കുന്നതിൻ്റെ പ്രതീകം. ഒരു മൽപ്പിടുത്തത്തിൻ്റെ പ്രതീകമാണ് ഇസ്രായേൽ. ഒളിച്ചോട്ടത്തിലൂടെ ആരും രക്ഷപ്പെടുകയില്ല. യാഥാർത്ഥ്യത്തെ നേരിടുകയേ നിവൃത്തിയുള്ളൂ. ദൈവം നൽകിയിരിക്കുന്ന ശക്തി അത് ഉള്ളിലുണ്ട്. ഉള്ളിലുള്ള ശക്തിയെ ഉണർത്തണം. ആ ശക്തി ദൈവത്തിൻ്റെ തന്നെ ശക്തിയാണ്. ആ ശക്തി ഉണരണമെന്നുണ്ടെങ്കിൽ വിശ്വാസം ഉണ്ടാകണം. സാഹചര്യങ്ങൾ നമ്മളതിനെ നിർബന്ധിച്ചു എന്ന് വരും. പെനുവേൽ എന്ന് യാക്കോബ് ആ സ്ഥലത്തിന് പേരിട്ടു. കാരണം ദൈവത്തിൻ്റെ മുഖം നേരിട്ട് കാണാനായിട്ട് സാധിച്ചു. തൻ്റെ കുറ്റബോധത്തിൽ നിന്ന് മാറി, തൻ്റെ ഭയത്തിൽ നിന്നും മാറി ദൈവത്തെ മുഖാഭിമുഖം കാണാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ദൈവം തന്നെയാണ് അതിന് വഴിയൊരുക്കിയത്. നമ്മുടെ ജീവിതത്തിലും ഒളിച്ചോട്ടങ്ങൾ ഒരുപക്ഷെ ഒരു സ്ഥിര സംഭവമായി എന്ന് വരാം. യാഥാർത്ഥ്യങ്ങളെ നേരിടാൻ ഭയപ്പെടുന്നവരാവാം നമ്മൾ. ഒരിക്കലും ഒളിച്ചോടാൻ നമുക്ക് പഴുതില്ല. ദൈവം തന്നെയാണ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുക. ആ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. ദൈവം തന്നെ നമുക്ക് ശക്തി നൽകുന്നു. ആ ശക്തിയോടുകൂടി മൽപ്പിടുത്തത്തിന് ശേഷം യാത്ര ചെയ്യുന്ന യാക്കോബ് പ്രകാശത്തിലേക്കാണ് പോവുക. യാക്കോബ് പെനുവേൽ വിട്ടപ്പോൾ സൂര്യൻ ഉദിച്ചു എന്ന് പറയും. അന്ധകാരത്തിലേക്കായിരുന്നു അദ്ദേഹം ആദ്യം ഇറങ്ങിയത്. ഇപ്പോൾ പ്രകാശത്തിലേക്കാണ്.
അദ്ദേഹത്തിന് ഞൊണ്ടുന്നുണ്ടായിരുന്നു എന്ന് പറയും. കാരണം ഇനി ഉളുക്ക് നിമിത്തം ഓടാനായിട്ട് സാധിക്കുകയില്ല, ഇനി ഒളിച്ചോട്ടത്തിൻ്റെ ആവശ്യവുമില്ല. ദൈവത്തെ മുഖാഭിമുഖം കണ്ട് ശക്തി ആർജിച്ച വ്യക്തികൾ ഇനി ഒരിക്കലും ഭയപ്പെടുകയില്ല. കാരണം ദൈവം അവനിൽ പ്രവർത്തിക്കുന്നു, ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ഉള്ളിലുമുണ്ട്. നമ്മുടെ ജീവിതത്തിലും എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും ഉണ്ടെങ്കിലും അതിനെല്ലാം തരണം ചെയ്യാൻ, നേരിടാനുള്ള ശക്തി ദൈവം നമുക്ക് നൽകും. അതാണ് പെനുവെ നമുക്ക് നൽകുന്ന പാഠം. ആ ശക്തിയിലേക്ക് ഉണരുക, ആ ശക്തിയുടെ അവബോധത്തിലേക്ക് നമുക്ക് നമ്മുടെ ഉൾക്കണ്ണുകൾ തുറക്കാം.